ഇന്ന് നമുക്ക് നല്ല മഴയാണ് ഇവിടെ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല അടിപൊളി ഒരു പയർ കഞ്ഞി ഉണ്ടാക്കാം. പണ്ടുള്ള ഉമ്മമാരുണ്ടാക്കി കുടിക്കണ അത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ശരീരത്തിന് നല്ല ഒരു ഉന്മേഷവും എല്ലാം കിട്ടും. കുട്ടികൾ കുടിക്കില്ല ഇപ്പോൾ കഞ്ഞിയൊന്നും, അത് ഉണ്ടാക്കി കുടിപ്പിച്ച് പഠിപ്പിക്കണം. എന്നാൽ നമുക്ക് ഇന്നൊരു പയർ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. എന്ത് പയറായിട്ടാ ഉണ്ടാക്കണേ? ചെറുപയറിട്ട് ഉണ്ടാക്കാം, വെള്ളപ്പയർ കൊണ്ടും ഉണ്ടാക്കാം. നമുക്കിന്ന് ചെറുപയർ കൊണ്ട് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് നെല്ല് കുത്തരിയാണ് എടുത്തിട്ടുള്ളത്, മട്ട അരി പോലത്തത്. ഇവിടെ ഇപ്പം ഞങ്ങൾ 2 ആളേ ഉള്ളൂ, ഞാനും മോനും. അപ്പോൾ അതിന് അനുസരിച്ചുള്ള പാകത്തിനുള്ള അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 1/2 കപ്പ്. ഇനി നിങ്ങളെ വീട്ടുകളിൽ തോനെ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് അരി എടുത്താൽ മതി കേട്ടോ. ഈ അരിനെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഞാൻ ഈ അരിനെ ഒരു 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, അതുകൂടി കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് അരി കഴുകിയതുപോലെ ഒരു 3 പ്രാവശ്യം കഴുകിയെടുക്കുക. ഈ ചെറുപയർ കഞ്ഞി എന്ന് പറയപ്പോഴമ്മ ഇത് നമ്മളെ സ്കൂളിൽ നിന്ന് കിട്ടില്ലേ ചെറുപയർ കഞ്ഞി, അതാണ് ഓർമ്മ. ആ മറ്റേ എന്താ പറയുക, ഉണ്ടയാക്കിയിട്ട് ചെറുപയർ വേവിച്ചിട്ട് ഉണ്ടയായിട്ട് അത് കഞ്ഞിയിൽ അങ്ങോട്ട് ഇട്ടത്. ഇപ്പോൾ ചെറുപയറൊന്നും അല്ല കേട്ടോ, കഞ്ഞിയൊന്നും അല്ല. സ്കൂളിൽ ചോറും സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടാവും ചില ടൈമിൽ. ചിലപ്പോൾ സാമ്പാറും ചോറും അതെ. ഉപ്പേരി ഉണ്ടാവും, ഉപ്പേരി ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ആ ഒരു എന്താ പറയുക, ആ ചെറുപയർ കൂട്ടാനും കഞ്ഞിയും കുടിച്ചിട്ടുണ്ടാവില്ല. ആ സ്കൂളത്തെ ഒരു പ്രത്യേക, അത് വേറെ ഒരു ഇതുണ്ട്. എല്ലാ സ്കൂളത്തെ കഞ്ഞിയും ആ ചെറുപയറും ഒരേപോലെ. ഇനി കഴുകി വെച്ച ചെറുപയറിനെ അരി കഴുകി വെച്ചില്ലേ ആ കുക്കറിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മക്കളെ, കഞ്ഞിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. കഞ്ഞിയിൽ കഞ്ഞിയാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇനി നമുക്കിത് കത്തിച്ചിട്ട് നല്ല തീയിൽ 2 വിസിലും ചെറിയ തീയിൽ ഒരു 2 വിസിലുമായിട്ട് 4 വിസിലായിട്ട് വേവിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. നമ്മളെ പാടത്ത് വെള്ളം കയറിയിട്ടുണ്ട്, അതൊന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. നോക്കിട്ട് വരാം. ബാ. ഇന്നലെ ഒന്നും ഇതൊന്നും അല്ല മക്കളെ വെള്ളം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് കടക്കാനൊന്നും പറ്റിയിരുന്നില്ല കേട്ടോ. ഇന്ന് വെള്ളം കുറഞ്ഞിക്കുക, മഴ ഇച്ചിരി നിന്നപ്പോഴേ. മക്കളെ, ഞങ്ങളെ ഇവിടുത്തെ പാടം തോടൊക്കെ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ കാഴ്ച. ഇനി നമുക്ക് ആ കഞ്ഞിയിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം, അത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു ജാറിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക്, ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അതിന് നമ്മുടെ തേങ്ങ ഇതേപോലെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചതച്ചിട്ടുമല്ല വല്ലാതെ അരച്ചിട്ടും അല്ലാതെ ഇടത്തരത്തിൽ. മക്കളെ, നമ്മുടെ കഞ്ഞിക്ക് ഇപ്പം 4-5 വിസിൽ വന്നിട്ടുണ്ട്. ഒരു 2-3 വിസിൽ അധികം വന്നാലും കുഴപ്പമൊന്നുമില്ല, കഞ്ഞിയല്ലേ. അപ്പം നല്ല വെന്താലും നമ്മൾ കുടിക്കുമ്പോഴുണ്ടല്ലോ ബുളുബുളുബുളോന്ന് ഇറങ്ങിപ്പോവും പള്ളയിലുള്ളിൽ. അപ്പം നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം. ഇപ്പം നമ്മുടെ അരിയും പയറും വെന്ത് കാറ്റൊക്കെ പോയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ ചോറും പയറും ആവശ്യത്തിനുള്ള വേവ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ തേങ്ങ അരച്ച് കൊണ്ടുവന്നത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കഞ്ഞിയിൽ ഇച്ചിരി വെള്ളം കുറവാണ്, അപ്പോൾ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ കത്തിച്ചു കൊടുക്കാം. നമ്മുടെ കഞ്ഞി ഇപ്പം ഇത് കണ്ട 1 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ അരപ്പിൻ്റെ. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒരു പണിയും കൂടി ഉണ്ട്, അത് ചെയ്യാം. ഇനി
കഞ്ഞിയിലേക്ക് ഒന്ന് തൂമിച്ചൊഴിക്കണം. അതിനു വേണ്ടി ഞാനൊരു ചെറിയ ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലൊരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 വറ്റൽ മുളക് മുറിച്ചത് അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് ഉള്ളി ഒന്ന് വഴണ്ടി വരട്ടെ. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. ഈ കഞ്ഞില്ലേ മക്കളെ, തേങ്ങ ചമ്മന്തിയോ നല്ല അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഇനി നമ്മുടെ കഞ്ഞിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പയറ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഈ പയറ് കഞ്ഞി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കണം. കുട്ടികൾ കുടിച്ചില്ലെങ്കിൽ നിർബന്ധിച്ച് കൊടുക്കണം. അവരെ ശരീരത്തിനൊക്കെ നല്ലതാണ്. ചെറുപയർ നല്ലതാണല്ലോ എപ്പോഴും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.